ഉടനെ ഈശോ ഒരു ഉപദേശമൊക്കെ കൊടുത്തു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാ, നീ വിശ്വസിക്ക്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നാൽ പിന്നെ മറിയം കർത്താവ് നിന്നെ വിളിക്കുന്നു എന്ന് കേട്ടിട്ട് വീട്ടിൽ നിന്ന് വന്ന് ഈ ഗ്രാമത്തിന്റെ വാതിൽക്കൽ വെച്ചിട്ട് മറിയവും ഇതേ കാര്യം തന്നെ കർത്താവിനോട് പറയുന്നുണ്ട്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. 15-ാം അധ്യായം എത്രാം വാക്യമാ? 37-ാം വാക്യമാണെന്ന് തോന്നുന്നു. മറിയവും ഇത് തന്നെ പറയുന്നുണ്ട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈശോ എന്താ ചെയ്തേ? കുഞ്ഞാട് കണക്കെ മറിയത്തിന്റെ കൂടെ ഈശോ ദേ കല്ലറയിലേക്ക് പോയി. മാർത്തായും ഇത് തന്നെ പ്രാർത്ഥിച്ചേ. കർത്താവോട് നിന്ന് പ്രസംഗിച്ചുകൊണ്ടൊക്കെ നിന്നു. മറിയം വന്ന് ഇതേ പ്രാർത്ഥന നടത്തിയപ്പോ മറിയം എന്ത് ചെയ്തു? ദേ പോയി ലാടിനെയൊക്കെ പ്ലാവില കാണിച്ച് കൂട്ടിക്കയറ്റുന്ന കണക്കെ കർത്താവിനെ ദേ കൊണ്ടുപോയി. എന്താ കാര്യം? ഇതാണ് ഈശോ വീട്ടിൽ വന്നാൽ മാർത്ത പുട്ടുപുഴുങ്ങാൻ പോവും, കർത്താവിൻ്റെ സന്നിധിയിൽ പാദത്തിങ്കൽ മറിയം ഇരിക്കും. കാരണം പുട്ടു പിന്നെ ഉണ്ടാക്കാം, കർത്താവിനെ പിന്നെ കിട്ടുകയല്ല. ഈ ഇന്റിമസി പാദത്തിങ്കൽ ഇരുന്ന ആ ബന്ധം പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങൾ ചെയ്യുക. ദൈവവചനത്തോട് ആഴമുള്ള ഒരു ബന്ധം, വചനത്തിന്റെ ശക്തി ഒക്കെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള അവസരം കൂടിയാണ്. ഹല്ലേലൂയ. സ്നേഹത്തോടെ പറ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കർത്താവെ, വചനത്തിലൊന്ന് ആഴപ്പെടാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു നിമിഷം നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളൊന്ന് അടച്ച് ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ഗ്രഹിക്കുന്നതിനും ശ്രമിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ, മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനത്തിൽ അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും അനുസരിക്കുവാനായി ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ വചനങ്ങളും ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. അതുവഴി ആത്മരക്ഷ സാധ്യമാകട്ടെ. വചനമനുസരിക്കാൻ ശക്തി ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കണം. വചനം കേൾക്കുമ്പോൾ വചനത്തിന്റെ ശക്തി തിരിച്ചറിയാം. കേൾവി ഇത് വെറുതെ ഒരു ക്ലാസ് അല്ല. നമ്മൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം പ്രവർത്തിക്കും. വചനത്തിന്റെ ശക്തിയാണ് നമ്മളെ ഒന്നിച്ചു കൂട്ടിയിരിക്കുന്നത്. നമ്മളിവിടെ ഒന്നിച്ച് കൂട്ടിയിരിക്കുന്നത് വചനത്തിൻ്റെ ശക്തിയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയാണ് കേട്ടോ, നമ്മുടെ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം, ഞാൻ ഓസ്ട്രേലിയയിലൊക്കെയാണ് പോയത്. അപ്പോൾ അവിടെ ഞങ്ങളെ കൊണ്ടുപോയ ഒരു ഡോക്ടറിൻ്റെ കുടുംബമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഡോക്ടർ പ്രഷിയൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ യൂട്യൂബിലൂടെ ഈ വചനം കൊടുത്തപ്പോഴാണ് അദ്ദേഹം ഇത് കേൾക്കുകയും എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ഒരു ബന്ധം, ഒരു സൗഹൃദമായി, ഒരു സഹോദര തുല്യമായ ഒരു സ്നേഹമായി. യഥാർത്ഥത്തിൽ വചനമാണ് നമ്മളെല്ലാം കൂട്ടി യോജിപ്പിച്ചത്. അപ്പം ഇവിടെ വിദേശത്ത് പല ദൂരങ്ങളിൽ നിന്ന്, എരുമേലിയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളുണ്ട്, അങ്ങ് ചാലക്കുടിയിൽ നിന്ന് ശുശ്രൂഷ വിളിച്ച് ഇവിടെ വന്നിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ വചനമാണ് നമ്മളെ എല്ലാവരെയും ഒന്നിച്ച് കൂട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തിന് ശക്തി ഉള്ളത് കൊണ്ടാണ് ആകർഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിന് ശക്തി ഉണ്ട്, വചനമാണ് പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ ഒന്നിരുടെ ഉദാഹരണങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഒരിക്കലൊരു പ്രസംഗിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നൊരു ബ്രദറുണ്ട്. ആ ബ്രദർ റൊണാൾഡോ ഡിക്രൂസ് എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടൊരു സംഭവം പറഞ്ഞ് ഇപ്പോഴെൻ്റെ മനസ്സിലുണ്ട്. മകൾക്ക് ആരോഗ്യമൊന്നുമില്ല, ആശുപത്രിയിൽ അഡ്മിറ്റായി. അവർ പറഞ്ഞു സിസേറിയൻ. പക്ഷേ ഈ മനുഷ്യന് നോർമൽ ഡെലിവറിക്ക് കർത്താവ് അവൾക്ക് കൃപ കൊടുക്കും. ഈ അപ്പൻ അദ്ദേഹം ചെയ്തു, ലേബർ റൂമിന് മുമ്പിൽ മുട്ടുകുത്തി ബൈബിൾ തുറന്നു വെച്ച് യോഹന്നാന്റെ സുവിശേഷം വായിക്കാൻ തുടങ്ങി. ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ് മണ്ടത്തരം കാണിക്കരുത്, അമ്മയ്ക്കും കുഞ്ഞിനും അപകടം ഉണ്ടാവും, സിസേറിയനെ ഒപ്പിട്ട് തരണം. പുള്ളി പറഞ്ഞു, സാറേ, ഞാൻ വിശ്വസിക്കുന്ന സാക്ഷ്യം കൊടുത്തുന്ന എൻ്റെ കർത്താവിൻ്റെ വചനത്തിന് അവർക്ക് നോർമൽ ഡെലിവറി കൊടുക്കാൻ ശക്തിയുണ്ടെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. പുള്ളി യോഹന്നാന്റെ സുവിശേഷം വായിച്ച് 10-ാം അധ്യായം 10-ാം വാക്യം വന്നപ്പോൾ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനുമാ. ആ വചനം വന്നപ്പോൾ അദ്ദേഹം ലേബർ റൂമിന്റെ അടുത്തോട്ട് കൈ നീട്ടിട്ട് പറഞ്ഞു, കർത്താവേ, ഈ വചനത്തിന്റെ ശക്തിയാൽ അകത്തെടുക്കുന്ന എൻ്റെ കുഞ്ഞിന്
നോർമൽ ഡെലിവറിക്കുള്ള കൃപ കൊടുക്കണമെന്ന്. ഈ ഡോക്ടേഴ്സിനെ നഴ്സുമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ലൊരു ആൺകുഞ്ഞിന് നോർമൽ ഡെലിവറി ദൈവം കൊടുത്ത വചനത്തിന്റെ ശക്തിയുടെ സാക്ഷ്യത്തെ അദ്ദേഹം നമ്മുടെ പള്ളിയിൽ വന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയാ, സന്തോഷത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനം സഞ്ചരിക്കും. ഈ വചനം നമ്മൾ അടച്ചിട്ടിരുന്ന മുറികളിൽ പ്രവേശിക്കും. വചനം കാതങ്ങൾ സഞ്ചരിക്കും. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് ദൂരെയുള്ള ആളുകൾക്ക് വചനം പ്രവർത്തിക്കും. വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 10-ാം തിരുവചനം, യെശയ്യാ 55-ന്റെ 10-ാം വാക്യം ഉറക്കെ വായിച്ചേ. മഴയും മഞ്ഞും ആകാശത്തിൽ നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. അതുപോലെയാണ് എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് അങ്ങനെ തന്നെ. ദൈവം പറയാണ്, എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് ഈ മഴ കണക്കെയാണ്. മഴ പെയ്താൽ സസ്യം മുളച്ചിരിക്കും. സസ്യം മുളച്ചാൽ അത് ഫലം തരും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ദൈവത്തിന്റെ വാക്ക്, ഒരു വാക്ക് പോലും വേസ്റ്റ് ആയിട്ട് പോകത്തില്ല, റിസൾട്ട് ഉണ്ടാക്കും. വിശ്വസിക്കുന്നവർ പറ ഹല്ലേലൂയാ, സ്നേഹത്തോട് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ വചനത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും തെറ്റുപറ്റുന്നത്. ഒരിക്കലും ഈശോയുടെ അടുത്ത് സദൂക്കായർ വന്നിട്ട് ഒരു കഥ പറഞ്ഞെന്ന് നമുക്കറിയാം. സദൂക്കായർ വന്നിട്ട് പറഞ്ഞു, സദൂക്കാരുടെ പ്രത്യേകത ഉത്ഥാനമില്ല, ഉയർപ്പില്ല, മരിച്ചതിന് ശേഷം ഒരു ജീവിതമൊന്നുമില്ല. ഈ ഭൂമി വെച്ച് മൂക്കുമുട്ട തിന്നുക, അണ്ണാക്കിലോട്ട് വിരലിടുക, ഛർദ്ദിച്ച് കളയുക, പിന്നെയും കഴിക്കുക, എൻജോയ് ചെയ്യുക. കാരണം മരിച്ചു കഴിഞ്ഞിട്ട് ജീവിതമൊന്നുമില്ല. അതാണ് ഒരു എപ്പിക്യൂരിയൻ ഫിലോസഫി. ഈ ലോകം കൊണ്ട് തീരാനുള്ളതേ ഉള്ളൂ. നമ്മുടെ ആളുകളെ ഇതൊക്കെ ഇങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്, ഈ ഫിലോസഫികളൊക്കെ അറിയാതെ. ഈ മരിച്ചു കഴിഞ്ഞാലൊന്നുമില്ല, മരിച്ചു കഴിഞ്ഞാൽ ആരറിയുന്നത് എന്ത് നടക്കുന്നതെന്ന് ആർക്കറിയാം. അതുകൊണ്ട് മരണാനന്തര ജീവിതമൊന്നുമില്ല, അദൃശ്യ ലോകമൊന്നുമില്ല. അങ്ങനെ കരുതിയ ആളുകൾ ഈശോയെ പരീക്ഷിക്കാൻ വന്നിട്ട് പറഞ്ഞു, സാറേ ഈശോയെ, ഞങ്ങളുടെ നാട്ടിലൊരു ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചി ഒരുത്തിനെ കല്യാണം കഴിച്ചു, അയാള് മക്കളില്ലാതെ മരിച്ചു. അപ്പോൾ ഈ ചേച്ചി ആ ചേട്ടൻ്റെ അനിയനെ കല്യാണം കഴിച്ചു, ആ അനിയനും മക്കളില്ലാതെ മരിച്ചു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ ആ സഹോദരന്മാർ 7 പേരുണ്ടായിരുന്നു, 7 പേരെ കല്യാണം കഴിച്ച അവസാനം ചേച്ചിയും മരിച്ചു, എല്ലാവരും മരിച്ചു. എന്നിട്ട് ഒരു ചോദിക്കുകയാണ്, പുനരുത്ഥാനത്തിൽ ഈശോ പറയുന്നു പുനരുത്ഥാനം ഉണ്ടെന്നല്ലേ, ഈ പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായി തീരും? ഇവൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 7 പേര് നിൽക്കുകയാണ്, ആരുടെ ആയിരിക്കും ഭാര്യ? എന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഈശോയെ കുടുക്കിയെന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയെടുപ്പോട് നിന്നപ്പോൾ ഈശോ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനമാണ്. യേശു അവരോട് പറഞ്ഞ വചനം നമ്മൾ മറക്കരുത്. അവരോട് പറയുന്നത് ഇതാണ്. യേശു അവരോട് പറഞ്ഞു, മർക്കോസ് 12:24, യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതം, തിരുവചനം അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നമ്മുടെ ജീവിതത്തിൽ തെറ്റ്, പരാജയം, എടുത്ത തീരുമാനം പാളിപ്പോയി, ജീവിതം വിജയിക്കുന്നില്ല, എന്നും തോൽവി. പ്രിയപ്പെട്ടവരെ, ജീവിതം പരാജയപ്പെടാൻ ബൈബിളിൽ ഒരു കാരണം പറയുന്നുണ്ട്. ആ കാരണം ഇതേ ഉള്ളൂ, ദൈവവചനം നമുക്ക് അറിയില്ല. ഇതെവിടെ ഉപയോഗിക്കണമെന്നറിയില്ല, ഇതെങ്ങനെ പ്രയോഗിക്കണമെന്നറിയില്ല. എല്ലാത്തിനും വചനമാകുന്ന ആയുധമുണ്ട്. ഈ ആയുധം എടുത്ത് പ്രയോഗിക്കാൻ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാണ് ഹോസിയ 4:6 വചനം പറയും. ഹോസിയയുടെ പുസ്തകം 4-ാം അധ്യായം 6-ാം തിരുവചനം പറയും, അജ്ഞത നിമിത്തം എന്റെ ജനം നശിക്കുന്നു. എന്റെ ജനം നശിക്കാൻ, ബൈബിള് പറയാണ്, എന്റെ ജനം നശിക്കാൻ കാരണം ജോലിയില്ലാത്തതല്ല, അവർക്ക് വീടില്ലാത്തതല്ല, അവർക്ക് പഠിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല. എന്റെ ജനം നശിക്കാൻ കാരണം ബൈബിൾ പറയുന്നത് അജ്ഞതയാണ്. അല്ലേ? അതിനെന്താ? ഹോസിയ 4:6, നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും, അജ്ഞത നിമിത്തം എന്റെ ജനം നശിക്കുന്നു. അജ്ഞത നിമിത്തം എന്റെ ജനം നശിക്കുന്നു. അറിവില്ല. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. എല്ലാം അറിയാം, പക്ഷേ വചനം അറിയല്ല. നമ്മുടെ ഈ പെന്തക്കോസ്ത് സഹോദരങ്ങൾ അവരെ ഹൈലൈറ്റ് ചെയ്യുകയല്ല. അവരുടെ ഒരു പ്രത്യേകത, അവര് ദൈവത്തിന്റെ വചനം മനപ്പാടമാകും. കഷ്ടത്തിലൊരു ബൈബിൾ കാണും, എവിടെ പോയാലും ഈ വചനം എടുത്ത് അങ്ങ് പ്രയോഗിക്കും. പ്രിയപ്പെട്ടവരെ, അപൂർണമായ ഒരു ആരാധനാ രീതിയാണത്. എങ്കിലും ഈ കാര്യത്തിൽ സോളാർ സ്ക്രിപ്റ്റൂര, വചനം മതി, വചനം മതി, വചനം. പക്ഷെ അവർക്ക് കാണാപ്പാടാണ്. കുഞ്ഞുങ്ങളും വലിയവരും എല്ലാം വചനം മനപ്പാടമാക്കി നടക്കും. അവർക്ക് യാതൊരു നാണവുമില്ല ബൈബിൾ കൊണ്ട് നടക്കാൻ.
കാരണം എന്താണെന്നറിയാമോ? അവർക്ക് അങ്ങനെ ഒരു വെളിപാട് കിട്ടിയിട്ടുണ്ട്. വചനത്തിൽ ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ വിശുദ്ധ കുർബാനയില് പടിഞ്ഞാറോട്ട് വിശുദ്ധ കുർബാന എഴുന്നള്ളിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങള് മർബഹാസ കിലുക്കി ധൂപക്കുറ്റി എടുത്ത് മണിയടിച്ച് അല്ലേ, അതേപോലെയാണ് ഏവൻഗേലിയോൻ വായിക്കാൻ വരുമ്പോഴും അല്ലേ തിരിപിടിക്കും, മർബഹാസ കിലുക്കും അല്ലേ. കാരണം കുർബാനയ്ക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യമാണ് സഭ ദൈവവചനത്തിന് കൊടുക്കുന്നത്. വചനം യേശുവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊന്ന് വചനം ഏറ്റു പറയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോടു കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളിന് അതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് യോഹന്നാൻ 1:1-5 വരെയുള്ള വാക്യം. അതായത് ഈ വചനത്തിന് ഒരിക്കലും ഇരുളിനൊരിക്കലും വചനത്തെ കീഴടക്കാൻ പറ്റില്ല. ഇവിടെ വചനം ഉള്ളിൽ നിറഞ്ഞാൽ നമ്മൾ പരാജയപ്പെടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിന് ശക്തിയുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു പ്രസംഗത്തിന് ഇങ്ങനെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരു ജിൻസ് എന്ന് പറഞ്ഞൊരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഡൽഹിയിൽ വന്നിട്ട് 6 മാസമായി ഒരു ജോലിയില്ല അച്ഛാ, ഈ ടെസ്റ്റുകൾ എഴുതി കോഴ്സുകളെല്ലാം അറ്റൻഡ് കിടക്കാൻ എനിക്കൊരു ജോലിയില്ല അച്ഛാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനപ്പോൾ എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായി. ഞാൻ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ ബൈബിൾ ഭാഗം എന്ന് പറയുന്നത് സങ്കീർത്തനം 47-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. സങ്കീർത്തനം 47-ാം സങ്കീർത്തനം 7-ാം വാക്യം. ഞാൻ അത് വായിച്ചിട്ട് പറഞ്ഞു, മോനെ ദൈവം തരുന്ന വചനം ഇതാണ്, ഈ വചനം വെച്ച് മോൻ പ്രാർത്ഥിക്കണം. ഇന്ന് തന്നെ ഈ വചനം ഒരു 50 തവണ അങ്ങ് ഉരുവിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അവൻ വേണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ദൈവം തരുന്ന വചനമാണ്, നീ അതങ്ങ് അനുസരിക്കാൻ പറഞ്ഞു. അവൻ മനസ്സോടാണെന്ന് തോന്നുന്നു. പക്ഷെ അന്ന് വൈകിട്ട് അവൻ പോയി കിടക്കുന്നതിന് മുമ്പ് 50 തവണ ഈ വചനം ഉരുവിട്ടു. എന്നറിയാമോ എന്തോ സംഭവിച്ചെന്ന്? ഒരു ജോലി ഇല്ലാതെ തെക്ക് വടക്ക് നടന്ന ഒരു പയ്യൻ. വചനം ഇതാണ്, വചനം ഒന്ന് വായിച്ചേ. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്, സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇവൻ ആവർത്തിച്ച് എന്നിട്ട് അവൻ പറയാണ്, ആ വചനത്തിൽ അവൻ അങ്ങ് അടിയറവ് വെച്ചു, സബ്മിറ്റഡ് ഹിംസെൽഫ്. അതിനെ ആ വചനത്തിൽ അങ്ങ് വെച്ചു കൊടുത്തു. എന്നിട്ട് അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ രക്ഷിച്ച പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ വചനം പ്രവർത്തിച്ചു. അവൻ പറയാണ്, വെറുതെ ഒരു ആപ്ലിക്കേഷൻ ഫ്രാൻസിൽ ഒരു യൂണിവേഴ്സിറ്റി കൊടുത്തതാ, അവർ ഇൻവിറ്റേഷൻ കൊടുത്തു, അവൻ്റെ സ്കോളർഷിപ്പോടുകൂടി ഫ്രാൻസിൽ പഠിച്ചു. അതിനുശേഷം അവൻ സ്റ്റേറ്റ്സിൽ പോയി. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവൻ്റെ വഴി തുറന്നു കിട്ടി. ഈ വചനം എന്താണെന്നറിയാമോ? ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ കുഞ്ഞെ നീ ഇവിടെ നിൽക്കാനുള്ള നിനക്ക് വേണ്ടി ദൈവം ചക്രവാളങ്ങൾ തുറന്നിട്ടുണ്ട്. ഈ വചനം പ്രവർത്തിച്ചു. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. അവൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ എത്താൻ ദൈവത്തെ ഈ വചനം അവനെ സഹായിച്ചു. നമ്മൾ ദൈവത്തിന്റെ വചനത്തിന് അടിയറവ് വെക്കണം. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി തിരിച്ചറിയണം. ഹല്ലേലൂയ, സ്വരമേൽതി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കല് ഞാനൊരു പള്ളിയിൽ ആരാധന ഇതുപോലെ നടത്തുമ്പോൾ ഒരു അമ്മ വന്ന് സങ്കടത്തോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ അതിഥിയായിട്ട് വന്ന ഒരമ്മ ത്രേസ്യാന്ന്, അവര് 65 വയസ്സ്, റിട്ടയർഡ് ടീച്ചറാണ്, ട്രിവാൻഡ്രം കിംസിൽ അഡ്മിറ്റാണ്, സർജറിക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്. കാരണം പെട്ടെന്ന് ബ്രെയിൻ ഹെമറേജ് ആയി, കോൺഷ്യസ് അല്ല. നാളെ തലയൊക്കെ മാർക്ക് ചെയ്ത് കിടക്കുക, നാളെ സർജറിയാ, സ്കളൊക്കെ ഇളക്കി. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ വന്ന് വിഷമിച്ചോട് പറയും, ഞങ്ങളുടെ വീട്ടിൽ വിരുന്ന് വന്നൊരമ്മ അച്ഛാ, ഞങ്ങളുടെ വീട്ടിൽ കുഴഞ്ഞു വീണ ഉണ്ട് അച്ഛാ, പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ആരാധനയിൽ ഈ വചനം അയച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ജനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. വചനം ഇതായിരുന്നു, ജ്ഞാനത്തിന്റെ പുസ്തകം 16-12 തിരുവചനം, മരുന്നോ ലേപനൌഷധമോ അല്ല കർത്താവേ, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന ഞങ്ങളുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഈ വചനം അയച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു സാക്ഷ്യം പറഞ്ഞതാണ്, ആ വ്യക്തി ആ രാത്രി കണ്ണുകൾ ചലിപ്പിച്ചു. ഡോക്ടേഴ്സ് ഒന്നുകൂടെ സ്കാൻ ചെയ്തു. അവർ ഞെട്ടിപ്പോയി. 2 റിപ്പോർട്ട് വെച്ചിട്ട് അവർ പറഞ്ഞു, ഇതാണ് ആദ്യത്തെ റിപ്പോർട്ട്, ഇതാണ് 2ാമത്തെ റിപ്പോർട്ട്, അതുകൊണ്ട് സർജറി മാറ്റി വെച്ചു. പിന്നീട് അവർ നോർമൽ ലൈഫിലേക്ക് വന്നു. കർത്താവിൻ്റെ വചനം അടച്ചിട്ടിരിക്കുന്ന മുറികളിലേക്ക് കാതങ്ങൾ സഞ്ചരിച്ച് പ്രവർത്തിക്കുമെന്ന് ബോധ്യം തന്നൊരു സംഭവമായിരുന്നു അത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. അതിന് ശക്തിയുണ്ട് നമ്മൾ വിശ്വസിക്കും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓരോരുത്തരുടെ ജീവിതത്തിൽ തടസ്സമുണ്ടാകുമ്പോൾ ഓരോ വചനം ദൈവം തരും. ബൈബിൾ തുറക്കണം, വായിക്കണം, ഈ വചനം എടുക്കണം.
എന്നിട്ട് ആ വചനം ഉച്ചരിക്കണം. ആ വചനം നമുക്ക് കേൾക്കാവുന്നത്ര ഉച്ചത്തിൽ, നമ്മുടെ അടുത്തിരിക്കുന്ന 10 പേർ കേൾക്കാവുന്നത്ര ഉച്ചത്തിലൊക്കെ വായിക്കണം. പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ ശക്തി വിശ്വസിച്ച് വായിക്കണം. യു ഷുഡ് സബ്മിറ്റ് യുവർ സെൽഫ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മളെ തന്നെ അടിമ വെച്ച് നമ്മൾ ആ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ വചനത്തിന്റെ ശക്തി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം നിങ്ങൾക്ക് ശുദ്ധി കൈവരുത്തും. ഇത് സാധാരണ വാക്കുകൾ പോലല്ല, മംഗളത്തിലെ മനോരമയിലെ വാർത്ത പോലല്ല. ഇത് ദൈവത്തിന്റെ നിശ്വാസമാണ്, അവന്റെ ചൂട് കാറ്റാണ്, അവന്റെ ജീവനാണ്. ഈ ജീവൻ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കും. വിശ്വാസത്തോടെ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇനി ശ്രദ്ധിക്കണേ, എന്തിനാണ് ദൈവം ഈ വചനം തരുന്നത്? എന്തിനാണ് ഈ വചനം തരുന്നത്? നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം വചനം തരുന്നത്. വേണമെങ്കിൽ നമുക്ക് ഒരു സാമ്പത്തിക തടസ്സം വന്നു, കടം, ഒരു രോഗം വന്നു, കർത്താവെ സൗഖ്യപ്പെടുത്തണേ, വേണമെങ്കിൽ ദൈവത്തിന് നേരിട്ട് ഒരു ലോട്ടറി തന്ന് ഒരു സൗഖ്യം തന്ന് രക്ഷപ്പെടുത്തല്ലോ, രക്ഷപ്പെടുത്താം. ദൈവത്തിന് കഴിവുണ്ട്. പക്ഷേ ദൈവത്തിന്റെ രീതി, നാം ദൈവത്തോടൊരു കാര്യം ചോദിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന രീതി വചനം തന്നാണ്. എന്താ അങ്ങനെ ഒരു രീതി? ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഈ വചനം നമ്മുടെ ആത്മാവിൽ പ്രവർത്തിക്കും. ഈ വചനം ക്രിയ ചെയ്ത് നമ്മുടെ ആത്മാവിനെ നിത്യതയിൽ എത്തിക്കും. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവ മക്കളുടെ ആത്മീയമായി വളരാൻ ദൈവം തരുന്ന വഴിയാണ് ദൈവവചനം. കാനായിൽ വീഞ്ഞു തീർന്നു. ഈശോ പറഞ്ഞോ, ചന്തയിൽ പോയി 4 ചാക്ക് ഉണക്കമുന്തിരിങ്ങ വാങ്ങിച്ചോണ്ട് ഞാനിപ്പോ ശരിയാക്കി തരാമെന്ന്. ഈശോ പറഞ്ഞു ഒരു വചനം. അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ആ വചനം അവരതുപോലെ അനുസരിച്ച് 6 കൽഭരണികൾ നിറയെ വെള്ളം നിറയ്ക്കുവിൻ. ഇതാ ഈശോ പറഞ്ഞ വചനം. അവർ ചോദ്യം ചെയ്തോ, ഇവിടെ എന്നാത്തിനാ ഇപ്പൊ ഈ വെള്ളം നിറയ്ക്കുന്നത്? അതും കൽഭരണിക്കകത്ത്, അതും വക്കോളം. ഇവിടെ വീഞ്ഞിന്റെ പ്രശ്നമാണ്, നീ എന്നാത്തിനാ ഞങ്ങളെ കൊണ്ട് വെള്ളം കോരിക്കുന്നത്? മുറുമുറുത്തില്ല, തർക്കിച്ചില്ല, അന്ധമായിട്ട് ഈശോ പറഞ്ഞ വചനം അനുസരിച്ചു. എന്താ സംഭവിച്ചേ? വെള്ളം വീഞ്ഞായി. ഹല്ലേലൂയ. ഈശോ പറഞ്ഞ വചനം കണ്ണും പൂട്ടി അനുസരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രവർത്തിക്കും. കാരണം ഈ വചനത്തോടുള്ള അനുസരണം, വിധേയത്വം നമ്മളുടെ അഹങ്കാരത്തിന്റെ കൊമ്പൊടിക്കും. നമ്മുടെ ആത്മാവ് രക്ഷപ്പെടും. മനസ്സിലായൊരു പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാടുള്ള കാര്യം ഏതാണെന്നറിയാവോ? അനുസരണമാണ്, വിധേയത്വമാണ്. ആരും വിട്ടുകൊടുക്കുകയില്ല. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. നമ്മുടെ ആത്മാവിന്റെ നാശം നമ്മുടെ ഈ അനുസരണക്കേടാണ്. അതാണ് ഒന്നാമത്തെ പാപം. ഏദൻ തോട്ടത്തിൽ അനുസരണക്കേട്. ഈ അനുസരണക്കേടാണ് എന്നറിയാവുന്ന ദൈവം നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ തന്നതാണ് അനുസരിക്കാനുള്ള വചനം. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് പ്രാർത്ഥിച്ച കർത്താവ് പടപട കാര്യങ്ങൾ തരും. ഇന്ന് തന്നെ എൻ്റെ അടുത്ത് വന്ന ഒരു 3-4 പേര് ഇവിടെ വന്ന്, ഒരു കുടുംബം ഒരു അമ്മ വന്നിട്ട് പറയാം, അച്ഛാ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മൂത്ത മകൾക്ക് PR കിട്ടിയ കാര്യം നന്ദി പറഞ്ഞുകൊണ്ട് ആരാധന. അച്ഛാ വേറൊരാൾ, ഒരു മകന്, അവന് മുറിഞ്ഞാല് പള്ളിയിൽ ഒരു ആരാധന നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ആരാധനയിൽ നിയോഗം വെച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ 1 വർഷത്തിനുള്ളിൽ ഈ പെരുന്നാളിൻ്റെ കൊടി ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ജോലി കിട്ടണം. റാസയുടെ അന്ന് ആരാധന കഴിഞ്ഞ അടുത്ത ദിവസം അവന് ദൈവം വന്ന് അവന് നന്ദി പറഞ്ഞുകൊണ്ട് വന്ന് ബലിപീഠത്തിൽ പാസ്പോർട്ട് വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അനേകർക്ക് ഒരു സൗഖ്യങ്ങളുടെ സാക്ഷ്യങ്ങളുണ്ട്, ജോലിയുടെ സാക്ഷ്യങ്ങളുണ്ട്. കർത്താവ് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹങ്ങൾ തരും. പക്ഷേ ശ്രദ്ധിക്കണം, തലവേദന പോയാൽ പല്ലുവേദന വരും, പല്ലുവേദന പോയാൽ വയറ്റുവേദന വരും. ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് വേണം. ഈ മക്കളൊക്കെ ഇതേ ആരാധനയിൽ ഈ അനുഗ്രഹങ്ങളോടൊപ്പം വചനം കേട്ട് വചനം അനുസരിക്കണം. എന്തിനാണെന്നറിയാമോ? ഈ വചനത്തോടുള്ള വിധേയത്വം, അനുസരണം, എളിമപ്പെടൽ, താഴ്മയോടെ ദൈവത്തിന്റെ വചനം കേൾക്കാനും അതിന് വില കൊടുത്ത് വചനം അനുസരിക്കാനും തയ്യാറായ റിസൾട്ട് ഉണ്ട്. വില കൊടുത്ത് വചനം അനുസരിച്ചാൽ റിസൾട്ട് ഉണ്ട്. ഞാൻ ഡോക്ടർ പ്രഷ്യയെ ഇരുത്തിക്കൊണ്ട് പറയല്ല, ഞാൻ വളരെ അഭിമാനത്തോടെ ബണ്ടബർഗ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, ആ സ്ഥലത്ത് ഈ പ്രാവശ്യത്തെ ധ്യാനത്തിന് അദ്ദേഹത്തിന്റെ ഒറ്റ ഒരു ഇനീഷ്യേറ്റീവിലാണ് ആ ധ്യാനം. ഒരു പള്ളിയിൽ നമ്മൾ അദ്ദേഹത്തെ 2 ക്ലിനിക്ക് കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളാണ്.
മക്കൾ 3 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2 പേര് ഡോക്ടേഴ്സ്, ഒരാൾ ഡോക്ടറാണ് പഠിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വലിയ എല്ലാ കൃപകളൊക്കെ കൊടുത്ത ആളാണ്. പക്ഷേ ദൈവവചനത്തോടുള്ള ദാഹം എന്ന് ഞങ്ങൾ ഐറിനസ് സിരിമേനെ കണ്ടു. പിതാവ് വർഷങ്ങൾക്ക് മുൻപ് ജീസസ് യൂത്തിലൂടെ അവരുടെ ഒക്കെ കോർഡിനേറ്ററായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു, മെൻറ്ററായിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ കൊണ്ട് ഈ ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ബണ്ടബർഗ് എന്നൊരു സ്ഥലത്ത് അവിടെ ഒരു പള്ളി, ആ പള്ളിയുടെ 4 മറ്റു കൊച്ചു പള്ളികൾ, ആ പള്ളികളുടെ മുഴുവൻ ഇംഗ്ലീഷ് പള്ളിയുടെ അവിടുത്തെ കൗൺസിലിൻ്റെ ചെയർമാൻ അല്ലേ, കൗൺസിൽ ചെയർമാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളക്കാരുടെ ഇടയിലെ പാരിഷ് കമ്മിറ്റിയുടെ ചെയർമാൻ, അത് അവരുടെ ഡിസിഷൻ മേക്കിംഗ് ഫാക്കൽറ്റി. അപ്പോൾ അങ്ങനെ ഒരു ദൈവം എല്ലാ രീതിയിലും ഉയർത്തിയ ഒരാളാണ് അദ്ദേഹം. ഈ വചനത്തിൻ്റെ കാര്യത്തിന് ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം മെസ്സേജ് അയച്ചു. എന്നെ പോലെ ബെന്നിയച്ചൻ നാട്ടിൽ നിന്ന് വരുന്നു, നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു ധ്യാനം നടത്തണം. ആർക്കും വലിയ താല്പര്യം, എല്ലാവരും ഓണപ്പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഓണത്തിൻ്റെ പരിപാടി 10 പേര് പോലും വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വചനത്തിൽ ദാഹമുള്ള വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും അയച്ചുകൊണ്ടേയിരുന്നു. ആദ്യത്തെ ദിവസം അങ്ങനെ 161 പേര് രജിസ്റ്റർ ചെയ്തു. ആ ധ്യാനം തീർന്ന ദിവസം എനിക്കൊന്ന് 200-250 ആൾക്കാർ ആ പ്രദേശത്തെ, ആ ഗ്രാമം ഒരു ഉള്ളിലാണ്, ഒരു സ്ഥലമാണ്, ഒരു വലിയൊരു ടൗൺഷിപ്പാണ്. പക്ഷേ അവിടെ ഉള്ള എല്ലാ മലയാളികളും, അവിടുത്തെ ആൾക്കാർ കുറച്ച് പേര് വന്ന് ഈ ധ്യാനം കൂടുന്ന വലിയൊരു ഒരാൾ വചനത്തോടുള്ള വിധേയത്വം, വചനത്തോടുള്ള വിശ്വാസം, വചനത്തോടുള്ള ബന്ധം, വചനത്തിൻ്റെ ശക്തിയിലുള്ള അറിവ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾക്ക് ഒരു ശുശ്രൂഷ ഒറ്റ ആളിലൂടെ അവിടെ ഒരുക്കാനായിട്ട് ദൈവത്തിന് കൈയടിച്ച് കർത്താവിൻ്റെ മഹത്വം കൊടുക്കാമോ? ഇത് ദൈവം ഒരുക്കുന്നത് ചില ആളുകളെ ദൈവം അവരുടെ വിശ്വാസം വില കൊടുക്കും, വചനത്തിന് വില കൊടുക്കും. ഞാനത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാണെന്ന് തോന്നുന്നു. അതെ, ഞാൻ അവിടെ പോയപ്പോഴേ ഹിൽക്രിസ്റ്റ് എന്നൊരു പള്ളിയിൽ, ആ പള്ളിയിലെ ആദ്യ കുർബാനയുടെ കുഞ്ഞുങ്ങൾ ഒരു 10-35 പേര് ഒരുങ്ങുകയാണ്. ഞാൻ കൊണ്ടുപോയ കൊന്ത 10-12 എണ്ണമാണ്. ഇവർ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഉത്തരവുണ്ട്. അപ്പോൾ ഈ കൊന്ത കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കാനില്ല. അതുകൊണ്ട് കട്ടിയുള്ളൊരു വിഷയം കൊടുക്കാമെന്ന് കരുതി ഞാൻ അവരോട് പറഞ്ഞു, ഇതിനകത്ത് ആരെങ്കിലും വചനം ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് വചനം പറഞ്ഞ് അതെങ്ങനെയാണ് ജീവിച്ചത് എന്നൊന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു. ഇവിടെ ഒരു 10-15 പിള്ളേർ മുന്നോട്ട് വന്ന് അവരൊരു വചനം പറഞ്ഞിട്ട് അവരെങ്ങനെയാണ് ഈ വചനം ജീവിച്ചത് എന്ന് സാക്ഷി. കുഞ്ഞുങ്ങൾ ദൈവവചനത്തോടുള്ള ബന്ധം വില കൊടുത്തവരെങ്ങനെയാണ് വചനം ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ദേശത്തൊക്കെ പോയ കുഞ്ഞുങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് അവരെ വളർത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണ് ഈ വചനം തന്നതെന്നറിയാമോ? നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി. വെറുതെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈശോ അരുളി ചെയ്തു, യോഹന്നാൻ 6:63. ആ വചനം ശ്രദ്ധിക്കണം. ഇവിടെ കണ്ടുകൊണ്ട് നമ്മൾ ആരാധന പൂർത്തിയാക്കണം. യോഹന്നാൻ 6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് ജീവൻ നൽകുന്നത്. എന്നിട്ട് അടുത്ത വചനം, നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈശോ പറഞ്ഞ വചനം അതെന്താണ്? ആത്മാവും ജീവനുമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ ഒരു വചനം പറഞ്ഞാൽ അതിനകത്തൊരു സ്പിരിറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതായത് ഈശോ ദൈവവചനം പറഞ്ഞു, നമ്മൾ വെറുതെ വായിച്ചു തള്ളല്ല. ഇപ്പം ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ മേഖലയാണ്. നമ്മൾ ഈ വർഷം മുഴുവനും ദൈവവചനം വായിക്കാനുള്ള രീതികൾ, 6 രീതികളെ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ലക്ഷ്യോ ദിവീന, വിശുദ്ധ വായന 1, ആവർത്തിച്ച് വായിക്കുക അല്ലെങ്കിൽ മനസ്സിരുത്തി വായിക്കുക, വിചിന്തനം ചെയ്യുക, റിഫ്ലക്ഷൻ, പ്രാർത്ഥിക്കുക, വചനം വെച്ച് പ്രാർത്ഥിക്കുക, 4 ധ്യാനം, കോൺടംപ്ലേഷൻ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ഹൃദയപൂർവ്വം മനസ്സിലാക്കുക, 5 വചനം ജീവിക്കുക, 6 സാക്ഷ്യം പറയുക. ജീവിച്ച വചനം എങ്ങനെയായിരുന്നു സാക്ഷ്യം. ഈ 6 കാര്യങ്ങളാണ് ലക്ഷ്യോ ദിവ്യ. നിങ്ങൾ പഠിച്ചല്ലോ, വെരി ഗുഡ്. അപ്പോൾ ഈ 6 കാര്യങ്ങൾ ദൈവവചനത്തിൽ ലക്ഷ്യോ ദിവീന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വർഷം മുഴുവനും ദൈവവചനത്തിൽ ആഴപ്പെടണം. എന്തിനാണെന്നറിയാമോ? ഇതിനകത്തൊരു ആത്മാവുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഈശോ പറഞ്ഞ എല്ലാ വചനത്തിനകത്തൊരു ആത്മാവുണ്ട്. ഒരിക്കൽ മത്തായിയുടെ സുവിശേഷം 10:29 വായിക്കാമോ? മത്തായി 10:29. അതായത് ഈശോ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിനകത്തൊരു സ്പിരിറ്റ് ഉണ്ട്, ഒരു ആത്മാവുണ്ട്.
ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? ശ്രദ്ധിച്ചു കേൾക്കണം. ഈശോ പറഞ്ഞാണ് ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ. ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരൻ എന്താ ചിന്തിക്കുന്നേ? നാട്ടുകാര് കച്ചവടകാര്യമാണ് വിശ്വസിക്കുന്നത്. മാനുഷിക രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കുരുവി, അതിനുള്ള പൈസ, കുരുവിയെ ചന്തയിൽ വിൽക്കുന്ന രീതി, ഇതൊക്കെ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ അടുത്ത വചനം, നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല. ഈശോ ഈ കുരുവിയെ സ്വർഗത്തിലെ അപ്പായുമായിട്ട് കണക്ട് ചെയ്ത്, ഇതാണ് അതിന്റെ സ്പിരിറ്റ്. നിങ്ങളുടെ അറിവ് കൂടാതെ അവയിൽ ഒന്നും, എൻ്റെ അപ്പായുടെ അറിവ് കൂടാതെ ആ ഒരു കുരുവി പോലും ചത്തുവീഴില്ല എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട ഈശോ എന്ത് പറഞ്ഞാലും അതിനകത്തൊരു നിത്യതയുമായിട്ടൊരു കണക്ഷൻ, ഇറ്റേണിറ്റിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഈ വചനം കേട്ട് നമ്മൾ ഇത് ധ്യാനിച്ച് ഇത് മനസ്സിലാക്കി ഇത് അനുസരിക്കുമ്പോൾ കണക്ഷൻ നേരെ പോവുക, റേഞ്ചിന് മാറുക, നമ്മുടെ ആത്മാവിന്റെ രക്ഷ ദൈവം സാധ്യമാക്കുക. അതുകൊണ്ടാണ് ഈ വചനത്തിന് ഇമ്പോർട്ടൻസ്. മത്തായി 6:28 വായിച്ചേ. മത്തായി 6:28. വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുക. വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും? വയലിലെ പൂവ്. സാധാരണ ഒരു ചെടി നട്ടാൽ അത് വളമിട്ടോ, വെള്ളം വീഴുന്നുണ്ടോ, മഴ പെയ്യുന്നുണ്ടോ, തഴച്ച് വളരുന്നുണ്ടോ, പൂവിടുന്നുണ്ടോ, കായാകുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷേ ആ വചനത്തിൽ ഈശോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈശോ പറയുകയാണ്, അവ അധ്വാനിക്കുന്നില്ല, നൂൽ നോൽക്കുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. എന്നിട്ട് പറയുകയാണ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികമായി അങ്ങനെയെങ്കിൽ നിങ്ങളെ അലങ്കരിക്കും. ഇതാണ് ഈ വചനത്തിന്റെ ആത്മാവ്. ഇത് പറഞ്ഞു വെച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ കണക്ട് ചെയ്യുന്നത് സ്വർഗവുമായിട്ടാ എന്ന് പറഞ്ഞാൽ, ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരപ്പായെ ഓർക്കും. നമ്മളെ പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന ഒരപ്പന്റെ ആ ശക്തിയെ നമ്മിലേക്ക് ഇറങ്ങി വരാനുള്ള വാതിലാണ് ഈ വചനം. ഇത് ധ്യാനിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പന്റെ സ്നേഹം ഇറങ്ങി വരും, നമ്മുടെ ആത്മാവ് രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 11:11, മത്തായിയുടെ സുവിശേഷം 11:11 മറ്റൊരു സംഭവം. ഈശോ സ്നാപക യോഹന്നാനെ കുറിച്ച് പറയാം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. അതായത് ഈശോ സ്നാപകനെ കുറിച്ച് പറയാണ്, ഈ ഭൂമിയിൽ സ്നാപക യോഹന്നാനേക്കാൾ, സ്ത്രീ പ്രസവിച്ചവരാണ് എല്ലാവരും, സ്ത്രീകൾ പ്രസവിച്ചവരാണ് എല്ലാവരും, അതിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനായി ഒറ്റ മനുഷ്യനും ഭൂമിയിലില്ല. ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാകുന്നേ? ശരിയാണ്, ആ കാലത്തെ ഒരു വലിയ പ്രവാചകനാ, തീഷ്ണവാനാ, മുഖം നോട്ടമില്ലാതെ സംസാരിക്കുന്നവനാ, അത്ര കരുത്തനാണ് സ്നാപകൻ. പക്ഷെ അടുത്ത വചനം ഈശോ എന്താ പറയുന്നതെന്ന് അറിയാവോ? എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. സ്വർഗരാജ്യം എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അവിടുത്തെ ഏറ്റവും ചെറിയവൻ പോലും ഈ വലിയ സ്നാപകനേക്കാളും വലിയവനാണ്. പ്രിയപ്പെട്ടവരെ, അവൻ സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഈ ഭൂമി ഒന്നും അല്ലെന്ന്, ഈ ഭൂമിയിലെ കാര്യങ്ങളൊന്നുമല്ല, ഈ കാണുന്ന മനുഷ്യരോ, ഈ കാണുന്ന ശക്തി ഒന്നുമല്ല, ഈ അധികാരമോ, ഈ ആഠ്യത്വം ഒന്നുമല്ല. എന്റെ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ഈ ഭൂമിയിലെ സകല മനുഷ്യരെക്കാളും വലിയവനാണ്. അത്ര പവറാണ് സ്വർഗത്തിന്. കണക്ട് ചെയ്യണം സ്വർഗവുമായിട്ട്. പ്രിയപ്പെട്ടു, ഇതാണ് നമ്മൾ വചനത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ആത്മാവ് രക്ഷപ്പെടും. ഇതാണ് ദൈവത്തെ ലക്ഷ്യമാകുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ ലക്ഷ്യം നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ്. അതുകൊണ്ടാണ് ഇത് വായിക്കണമെന്നും, ഇത് ഉച്ചത്തിൽ വായിച്ച് മനസ്സിലാക്കണമെന്നും, ആവർത്തിച്ച് വായിക്കണം, ഇത് വെച്ച് പ്രാർത്ഥിക്കണമെന്നും, ഇത് റിഫ്ലക്ട് ചെയ്യണമെന്നും, ഇതിൻ്റെ ദൈവ സാന്നിധ്യം അനുഭവിക്കണമെന്നും, ഇത് ജീവിക്കാൻ തീരുമാനമെടുക്കണമെന്നും, ഇത് സാക്ഷ്യം പറയണമെന്നും പറയാം. അതാണ് ലക്ഷ്യോ ദിവീന, വിശുദ്ധ വായന. ഇത് ആദിമസഭ 3-ാം നൂറ്റാണ്ട് മുതൽ, തർത്തുല്യന്റെ കാലം മുതലേ സഭ പരിശീലിച്ച ഒരു രീതിയാണ് ലക്ഷ്യോ ദിവീന, വിശുദ്ധ വായന. ബൈബിൾ പഠിക്കണം, വചനത്തിന്റെ ശക്തി അറിയണം. വചനം നമ്മുടെ ആത്മാവിന് വേണ്ടിയാണ് ദൈവം തന്നത് എന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ അത്ഭുതകരമായ ശക്തിയെ തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഒരു അനുഗ്രഹമായി മാറും. ശേഷിച്ച 10 മിനിറ്റ് സമയം നമ്മൾ വചനം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വചനത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് നമ്മളൊന്നൊരു അനുഗ്രഹമായി മാറും. ഞാൻ ഇവിടെ എൻ്റെ അടുത്ത് വരുമ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആളുകൾ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഈ മക്കളെ വചനം വെച്ച് പ്രാർത്ഥിക്കുക, അല്ലാതെ പ്രാർത്ഥിക്കുക ചെയ്യുന്ന വ്യത്യാസമുണ്ട്.
വചനം വെച്ച് പ്രാർത്ഥിക്കുക. വചനം അവരുടെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിച്ച് നാം അറിയാത്ത അദൃശ്യ മേഖലകളിൽ പ്രവർത്തിച്ച് കെട്ടുകൾ അഴിച്ചു കൊടുക്കും. ഒത്തിരി ഉദാഹരണങ്ങൾ എനിക്ക് മനസ്സിലാവും. വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാതെ ആളുകൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെന്താ കാര്യം എന്നറിയാവോ? വചനമാകുന്ന ഈശോയോട് ബന്ധമുണ്ടെങ്കിൽ ആ ഇൻറ്റിമസിയാണ് ഡെലിവറൻസ് കൊടുക്കുക. നിങ്ങൾ അന്ന് ആലോചിച്ചു, പഴയ നിയമത്തിലെ ഏലിയായുടെ തീക്ഷ്ണതയോട് ഏലിയ ആകാശത്ത് നിന്ന് എന്തോ ഇറക്കി? അഗ്നി ഇറക്കി. യഥാർത്ഥത്തിൽ ബാലിന്റെ 250 ദേവന്മാർ കത്തിപ്പോയി. ജസബൽ രാജ്ഞിയും ആഹാബ് രാജാവും പേടിച്ച് പറിച്ചുപോയി. ഈ അഗ്നി ഇറങ്ങിയത് ദൈവം ആഹാബിനോടുള്ള ദേഷ്യം കൊണ്ടോ ഇസബലിനെ കത്തിക്കാനോ ഈ ബാലിന്റെ ദേവന്മാരെ കത്തിക്കാനോ ആണോ? പുരോഹിതന്മാരെ കത്തിക്കാനാണോ? അല്ല. ഈ അഗ്നി ഇറങ്ങിയത് ഏലിയ എന്ന് പറയുന്ന ഒരുവന്റെ ദൈവബന്ധത്തിന്റെ വെളിപാട് കൊണ്ടാണ് ഇറങ്ങിയത്. ഈ ഏലിയ എന്ന് പറയുന്ന ഒരാളുടെ ദൈവത്തോടുള്ള തീക്ഷ്ണത കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അഗ്നി ഇറങ്ങിയത്. അല്ല ദൈവത്തിന് അവനോട് ദേഷ്യമുള്ളത് കൊണ്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കരുതരുത്. നമുക്ക് വചനത്തോടും ദൈവത്തോടുമുള്ള ബന്ധമാണ് അനുഗ്രഹത്തിന്റെ കാരണമാകുക. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് ലാസറിന്റെ കല്ലറയിൽ മാർത്തായും മറിയവും രണ്ടുപേരും കരയുന്ന ഒരു രംഗമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. മാർത്ത കർത്താവ് വന്നപ്പോ എന്താ പറഞ്ഞേ? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയല്ലായിരുന്നു. ഉടനെ ഈശോ ഒരു ഉപദേശമൊക്കെ കൊടുത്തു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാ, നീ വിശ്വസിക്ക്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നാൽ പിന്നെ മറിയം കർത്താവ് നിന്നെ വിളിക്കുന്നു എന്ന് കേട്ടിട്ട് വീട്ടിൽ നിന്ന് വന്ന് ഈ ഗ്രാമത്തിന്റെ വാതിൽക്കൽ വെച്ചിട്ട് മറിയവും ഇതേ കാര്യം തന്നെ കർത്താവിനോട് പറയുന്നുണ്ട്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. 11-ാം അധ്യായം എത്രാം വാക്യമാണ്? 37-ാം വാക്യമാണെന്ന് തോന്നുന്നു. മറിയവും ഇത് തന്നെ പറയുന്നുണ്ട്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈശോ എന്താ ചെയ്തേ? കുഞ്ഞാട് കണക്കെ മറിയത്തിന്റെ കൂടെ ഈശോ ദേ കല്ലറയിലേക്ക് പോയി. മാർത്തായും ഇത് തന്നെ പ്രാർത്ഥിച്ചേ. കർത്താവോട് എന്ന് പ്രസംഗിച്ചുകൊണ്ടൊക്കെ നിന്നു. മറിയം വന്ന് ഇതേ പ്രാർത്ഥന നടത്തിയപ്പോ മറിയം എന്ത് ചെയ്തു? ദേ പോയി ലാടിനെയൊക്കെ പ്ലാവിനെ കാണിച്ച് കൂട്ടിക്കയറ്റുന്ന കണക്കെ കർത്താവിനെ ദേ കൊണ്ടുപോയി. എന്താ കാര്യം? ഇതാണ് ഈശോ വീട്ടിൽ വന്നാൽ മാർത്ത പുട്ടുപിഴുങ്ങാൻ പോവും. കർത്താവിൻ്റെ സന്നിധിയിൽ പാദത്തിങ്കൽ മറിയം ഇരിക്കും. കാരണം പുട്ടു പിന്നെ ഉണ്ടാക്കാം, കർത്താവിനെ പിന്നെ കിട്ടുകയല്ല. ഈ ഇൻറ്റിമസി പാദത്തിങ്കൽ ഇരുന്ന ആ ബന്ധം പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങൾ ചെയ്യുക. എൻ്റെ അടുത്ത് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കരുതരുത് ഇത് കർത്താവ് വലിയ ശക്തി. എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ ബന്ധം കൊണ്ട് എന്തെങ്കിലും നടന്നാൽ നടന്നു. ഈ ബന്ധം മുറിഞ്ഞാൽ തീർന്നു. ഹല്ലേലൂയ. തിരുവത്താഴ മേശയില് എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോ പത്രോസും യോഹന്നാനും കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. അല്ലേ? നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. ഉടനെ പത്രോസ് ആംഗ്യം കാണിച്ച് യോഹന്നാനോട് ചോദിക്കുകയാണ്, യോഹന്നാനെ ആരാന്ന് ചോദ്യര്. എന്താ പത്രോസ് യോഹന്നാനോട് ചോദിക്കാൻ കാര്യം? യോഹന്നാൻ ചോദിച്ചാൽ കർത്താവ് പറയുമെന്ന് പത്രോസിനറിയാം. യോഹന്നാന് അവന്റെ നെഞ്ചോട് ചാരി കിടക്കാൻ ഒരു സ്വാതന്ത്ര്യമുണ്ട്. യോഹന്നാൻ ചോദിച്ചാൽ കർത്താവ് മറുപടി പറയുമെന്ന് കർത്താവിനറിയാം, പത്രോസിനറിയാം. പത്രോസ് ചോദിച്ചാൽ വേറെ വല്ലതും മറുപടി പറഞ്ഞാലോ? പണ്ടോർണം അങ്ങനെ കേട്ടതാ. അതുകൊണ്ട് ഈ ഇൻറ്റിമസിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രധാനം. ഈ വചനത്തോട് നമ്മൾ വില കൊടുത്ത് ഈ വചനം തുറന്ന് വചനം വായിച്ച് വചനത്തിലെ ഈശോയെ കണ്ടുമുട്ടി വചനത്തിന്റെ ഉടമസ്ഥനായ ദൈവത്തെ കണ്ടുമുട്ടുന്നത് വരെ കുഴിച്ച് പാറയിൽ, വചനമാകുന്ന പാറയിൽ അടിസ്ഥാനം ഉറപ്പിച്ച് ജീവിതം ബലപ്പെടുത്തുന്നവന്റെ അടുത്ത് നിന്ന് കർത്താവ് മാറിപ്പോവുകയല്ല. അവൻ എന്ത് ചോദിച്ചാലും അത് നടക്കും. ബന്ധമാണ് വലുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തോട് ബന്ധം ഉണ്ടാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആരാധന പൂർത്തിയാക്കാം.